മലയാളം പ്രദേശ് മീഡിയ. നമ്മൾ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തുകൊണ്ടിരുന്നത്. 4ാമത്തെ ചാപ്റ്റർ ബാക്കിയാണ്. അടുത്തെടുക്കാനുള്ളത് 2012 ഇംപ്രൂവ്മെന്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ പറയുന്നത് ഫസ്റ്റ് എ പാർട്ട് പറയുന്നത് ഫൈൻഡ് വെദർ ദ ഗിവൺ വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സ് പറയുന്നുണ്ട്, 2i cube plus 3j cube plus 4k and 4i plus 6j plus 8k are parallel or not. രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് പാരലൽ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ പറയും. ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതെങ്ങനെ ചെയ്യും? അപ്പൊ എന്താ തന്നിട്ടുള്ള വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെക്ടറിനെ എ എന്ന് എടുക്കാമേ, ഒരു പേര് കൊടുത്തു എ എന്ന് എടുത്തു. വെക്ടർ എത്രയെന്ന് പറയുന്നത് 2i cap plus 3j cap plus 4k cap. അടുത്ത വെക്ടർ ബി എന്ന് എടുക്കാം. അതിന്റെ പേര് എത്രയാ 4i cap plus 6j cap plus 8k cap. ഇത് രണ്ട് പാരലൽ ആണോ അല്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ പാരലൽ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് കാണണം. എന്ത് കാണണം? ക്രോസ് പ്രോഡക്റ്റ്. എന്തുകൊണ്ടാ? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ അതെന്താണ്? എ ബി സൈൻ തീറ്റയാണ് ആണല്ലോ. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ തീറ്റ 0. അപ്പൊ പാരലൽ ആണ് എന്താ പ്രത്യേകത? എ ബി പാരലൽ ആണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സൈൻ 0 വാല്യൂ എത്രയാണ്? 0. അപ്പൊ സൈൻ 0 0 ആണെങ്കിൽ ഈ ടോട്ടൽ വാല്യൂ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. എന്തുകൊണ്ടാ? a into b into 0. 0യുടെ എന്ത് ഇൻറ്റു ചെയ്താലും 0 ആയിരിക്കും. ആൻസർ എന്ത് കിട്ടും? a cross b. a cross b എത്ര എന്ന് കിട്ടുന്നു? 0 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്താ കാണേണ്ടത്? ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ക്രോസ് പ്രോഡക്റ്റ് കാണും. അങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. കിട്ടുന്ന ആൻസർ 0 അല്ല എങ്കിൽ അതെന്തല്ല? പാരലൽ അല്ല. അപ്പൊ നമ്മൾ എന്താ കാണേണ്ടത്? ക്രോസ് പ്രോഡക്റ്റ്. അപ്പൊ കാണാം a cross b. അങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് കാണുന്നത് ഞാൻ പ്രോബ്ലത്തിലാണ് പറഞ്ഞിട്ടുണ്ട് ഒരു ക്രോസ് പ്രോഡക്റ്റ് കാണാൻ വേണ്ടി. അതുകൊണ്ട് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് റോയിൽ എഴുതേണ്ടത് ijk ആണ്. ijk ഫസ്റ്റ് റോയിൽ. സെക്കൻഡ് റോയിൽ എഴുതേണ്ടത് ആദ്യം a യിലെ വരുന്നത് a യുടെ കമ്പോണൻസ്. ഓക്കെ, a യിലെ i യുടെ കമ്പോണന്റ് എത്ര? 2. j യുടെ കൂടെ എത്രയാണ്? 3. k യുടെ കൂടെ വരുന്നത് 4. അതുപോലെ അടുത്ത റോയിൽ b യുടെ കമ്പോണൻസ്. b എത്ര? 4, i യുടെ കൂടെ 4, j യുടെ കൂടെ 6, k യുടെ കൂടെ എത്രയാണ്? 8. അത്രയും. ഇത് എങ്ങനെ ചെയ്യുന്നത്? ആദ്യം എന്തെടുക്കണം? i എടുക്കണം. നമ്മൾ ആദ്യം i എടുത്തു. i എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ റോയും ആ കോളവും പോകും. ആ റോയും പോയും ആ കോളവും പോകും. ബാക്കി ക്രോസ് പ്രോഡക്റ്റ് ഇത്രയും പോയെ ഇതിങ്ങനെ പോവും, കോളവും പോവും, റോയും പോവും. അപ്പൊ ഇത്രയും പോയി. ബാക്കിയുള്ളത് എത്രയാണുള്ളത്? ഇതിനെ ക്രോസ് ചെയ്യണം. ആദ്യം ഇങ്ങനെ ക്രോസ് ചെയ്യണ്ട, ഇങ്ങനെ ക്രോസ് ചെയ്യണം. 3 into 8 24 മൈനസ് ഇക്വേഷനുള്ള മൈനസ് ആണ്. മൈനസ് തിരിച്ചു ക്രോസ് ചെയ്യണം. 6 into 4 അത് എത്രയാണ്? 24. അപ്പൊ ഐയുടെ കേസ് കഴിഞ്ഞു. ഐ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് എന്താ എടുക്കേണ്ടത്? j എടുക്കണം. ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് ആണ്. ആദ്യം പ്ലസ് ഐ, അടുത്തെടുക്കേണ്ടത് മൈനസ് j ആണ്. അതാണ് എന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ക്രോസ് പ്രോഡക്റ്റ് കാണുന്ന രീതി എന്ന് പറഞ്ഞത്. അടുത്ത് എത്ര എടുത്തു? മൈനസ് j എടുത്തു. മൈനസ് j എടുത്ത് മൈനസ് j എടുക്കുമ്പോ ആ റോയും ആ കോളവും പോവും, ആ റോയും പോവും. മുകളിലത്തെ റോ ഓൾറെഡി പോയി. ഈ നടുക്കത്തെ കോളവും പോയി. 3ഉം 6ഉം പോയി. 3ഉം 6ഉം പോയെ. ബാക്കിയുള്ള എന്താ? ഈ 3ഉം 6ഉം പോയി. ബാക്കി എന്താ? 2 into 8 16 minus 4 into 4 16. അടുത്ത എന്താ എടുക്കേണ്ടത്? k പ്ലസ് k. പ്ലസ് ഐ മൈനസ് j, അടുത്ത പ്ലസ് k. പ്ലസ് k എടുത്തു. k എടുക്കുമ്പോൾ ആ റോ കളഞ്ഞു, മുകളിലത്തെ റോ പോയി, ആ കോളവും കളഞ്ഞു. അപ്പൊ ഇത്രയും പോയി. ബാക്കിയുള്ളത് ഇത് എത്രയാണ്? അപ്പൊ എത്രയാ? ഇങ്ങനെ ആദ്യം ഇങ്ങനെ 2 into 6 12 മൈനസ് 4 into 3 അതും എത്രയാണ്? 12. ഇവിടെ ആൻസർ കിട്ടില്ലേ? 24 മൈനസ് 24 എത്ര? 0. അപ്പൊ എത്ര കിട്ടും? ഈ വാല്യൂ 0 ആയി. നമ്മൾ 0 തന്നെയാണ്. ഇവിടെ എത്രയാണ്? 0. ഇവിടെ എത്രയാണ്? 0. അപ്പൊ ടോട്ടൽ വാല്യൂ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. അപ്പൊ a ക്രോസ് b 0 എന്ന് കിട്ടിയാൽ a b എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. മറന്നു പോകരുത്. ഇതുപോലെ
ഒന്നുകൂടെ ചോദിക്കാം. രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് പെർപെൻഡിക്കുലർ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡോട്ട് പ്രോഡക്റ്റ് കാണുക. എന്ത് കാണുക? ഡോട്ട് പ്രോഡക്റ്റ് കാണുക. അത് കാണുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ പ്രോബ്ലം എടുത്തിട്ടുണ്ട്, അതിനകത്തുണ്ട്, നിങ്ങൾ കയറി നോക്കിയാൽ മതി. പ്രോബ്ലം ഇതിന്റെ 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു 11 പ്രോബ്ലം ഉണ്ട് കേട്ടോ, 11 12 ഉണ്ട് അതിനകത്ത്. അത്രയും പ്രോബ്ലം നോക്കിയിട്ട് പോവാ. അത് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് നിങ്ങൾ ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? കയറി എന്ത് ചെയ്യുക? കാണുക. അടുത്ത് 2012 ഇംപ്രൂവ്മെന്റിലെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്? ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ജെ കെ, ഈ 3 പേരെയും പറഞ്ഞ പേരാണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. അപ്പൊ വാട്ട് ആർ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ജെ കെ ആർ കോൾഡ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. അത്രേ ഉള്ളൂ. അടുത്ത സി, വാട്ട് ഈസ് സീറോ വെക്ടർ? സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും, പക്ഷെ അതിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഇറ്റ് ഹാസ് എ സ്പെസിഫൈഡ് ഡയറക്ഷൻ. എന്താണ്? മാഗ്നിറ്റ്യൂഡ് 0, പക്ഷെ എന്തുണ്ട്? അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അതാണ് സീറോ വെക്ടർ എന്ന് പറഞ്ഞത്. Give its significance in physics with an example. എക്സാമ്പിൾ പറയണം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾ പറയാം. ഒന്ന് സീറോ വെക്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഓഫ് എ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ റെസ്റ്റിലാണ്, എനിക്ക് എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, മാഗ്നിറ്റ്യൂഡ് 0. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അങ്ങോട്ടാണ്. ഞാൻ എങ്ങോട്ടാണോ ഫോക്കസ് ചെയ്യുന്നത്, എനിക്കൊരു നോർമൽ വരയ്ക്കുക, അതാണ് എന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. എനിക്കൊരു ഡയറക്ഷൻ ഉണ്ട്, ഞാൻ നിങ്ങളാണ് ഫോക്കസ് ചെയ്ത്, ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. റെസ്റ്റിലായതുകൊണ്ട് ഞാൻ മൂവ് ചെയ്യുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ എന്റെ മാഗ്നിറ്റ്യൂഡ് 0, ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് 0 ആണ്, പക്ഷെ എന്തുണ്ട്? ഡയറക്ഷൻ. അടുത്ത ഇംപ്രൂവ്മെന്റ് 2012 ചോദിച്ചു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 25 അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ടൈം ഫ്ലൈറ്റ് ഫോർ പ്രൊജക്റ്റൈൽ മോഷൻ. നമുക്കറിയാം പ്രൊജക്റ്റൈൽ മോഷന് 4 ഡെറിവേഷൻ വരുന്നുണ്ട്. അതിനകത്തൊരു ഡെറിവേഷൻ ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഡെറൈവ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, കയറി നോക്കിയാൽ മതി. ബി പറയുന്നതാണ് വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. ഒരുപാട് വർഷം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ ആംഗിൾ 45 ആകണം, മറന്നു പോകല്ലേ. അടുത്ത പ്രോബ്ലം, ഈ സെയിം പ്രോബ്ലം ഞാൻ അപ്ലോഡ് ചെയ്ത പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കയറി നോക്കിയാൽ സെയിം വാല്യൂ സെയിം പ്രോബ്ലം ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് സ്ഥിരമായി നമ്മളെ മെയിൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾ ടെർമിനൽ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്, അത് കയറി നോക്കുക. അടുത്ത് മാർച്ച് 2012 ക്വസ്റ്റ്യൻ ആണ്. പാരലോഗ്രാം ലോ ഹെൽപ് ടു find the magnitude and direction of resultant of two forces. നമുക്കറിയാവുന്നതാണ് പാരലോഗ്രാം എന്താ തരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സസ് അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ്. ഫോഴ്സ് രണ്ട് വെക്ടേഴ്സ് ആണ്. രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റും ഡയറക്ഷനും കാണാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് സഹായിക്കുന്നത്? പാരലോഗ്രാം ലോ സഹായിക്കുന്നത്. ഫോഴ്സ് മാത്രം പറയുന്നത് രണ്ട് വെക്ടേഴ്സ്, അത്രേ ഉള്ളൂ കോമൺ ആയിട്ട് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേറ്റ് ദ ലോ. അപ്പൊ ലോ എന്താ പറയുന്നത്? ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ് രണ്ട് വെക്ടേഴ്സിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണൽ അതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും. ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഇനി ബി പാർട്ട് സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ബി പാർട്ട്, ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ് ആൻഡ് their resultant are the same, what is the angle between two vectors? എന്താ പറയുന്നത്? രണ്ട് വെക്ടേഴ്സിന്റെയും അതിന്റെ റിസൾട്ടന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സം അല്ല, മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്? സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മളിത് വെക്ടേഴ്സ് എയും ബി എന്ന് എടുക്കുകയാണ്. വെക്ടേഴ്സ് എ ബി മാഗ്നിറ്റ്യൂഡ്, ഇതിന്റെ റിസൾട്ടന്റ് 6 എന്ന് എടുത്തു. ഈ 3 പേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് പറയുന്നത് ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് two vectors and resultant are same. രണ്ട് വെക്ടേഴ്സിന്റെയും റിസൾട്ടന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പം 3 പേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഡയറക്ഷൻ കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവയ്ക്കിടയിലെ ആംഗിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒറ്റ ഇക്വേഷൻ അറിയാം. പാരലോഗ്രാം ലോ അനുസരിച്ച് റിസൾട്ടന്റ് കാണുന്ന ഫോർമുല എങ്ങനെയാണ്? റൂട്ട് ഓഫ് a square plus b square plus 2ab cos theta. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? r square equal to a square plus b square plus 2ab cos theta. ഇവിടെ സ്ക്വയർ കൊടുത്ത് ഇവിടെ സ്ക്വയർ ഇട്ട് മാറി.
അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എല്ലാവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുത്താൽ മതി. ഇനി അപ്പൊ എല്ലാം ആർ എന്ന് കൊടുക്കുകയാണ്. കാരണം എ ഈക്വൽ ടു ബി ഈക്വൽ ടു ആർ ആണ്. അതിന്റെ മീനിങ് എന്താ? എയുടെയും ബിയുടെയും സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ആറ് കൊടുക്കാം. ഇവിടെ ആർ സ്ക്വയർ, എയുടെ സ്ഥാനത്ത് ആറ് കൊടുത്തു, അവിടെ എന്താണ്? ആർ സ്ക്വയർ. ബിയുടെ സ്ഥാനത്ത് ആറ് കൊടുത്തു, അവിടെ എന്താണ്? ആർ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആർ ഇൻറ്റു ആർ, അവിടെ എന്ത് കിട്ടി? ആർ സ്ക്വയർ. പിന്നെ എന്താണ്? കോസ് തീറ്റ. ഈ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എത്ര? 2r സ്ക്വയർ ആയി. 2r സ്ക്വയർ, ഈ 2r സ്ക്വയർ ഇപ്പുറത്ത് വന്നു. ഇവിടെ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? ആർ സ്ക്വയർ ഉണ്ട്. ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r സ്ക്വയർ. ഇത് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കൂടെ ഒരു കോസ് തീറ്റ ഉണ്ട്, അതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എത്രയാണ്? 2r സ്ക്വയർ. അത് ഇപ്പുറത്തോട്ട് എന്തായി? മൈനസ് 2r സ്ക്വയർ. ആർ സ്ക്വയർ എഴുതി, ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r സ്ക്വയർ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ബാക്കി അവിടെ എന്താണത്? 2r സ്ക്വയർ കോസ് തീറ്റ. ആർ സ്ക്വയർ മൈനസ് 2r സ്ക്വയർ എത്രയാണ്? മൈനസ് ആർ സ്ക്വയർ അല്ലേ? ഒരു ആർ സ്ക്വയർ ചെയ്ത് 2r സ്ക്വയർ മൈനസ് ചെയ്യും. അപ്പം ചെറുതിന്ന് വലുത് മൈനസ് ചെയ്യുന്നു, എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. ഈക്വൽ ടു 2r സ്ക്വയർ കോസ് തീറ്റ. രണ്ടിടത്ത് എന്ത് ക്യാൻസൽ? ആർ സ്ക്വയർ ക്യാൻസൽ, ഇവിടെ ആർ സ്ക്വയർ ക്യാൻസൽ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 2 ഇൻറ്റു 1 തന്നെയാണ് 2 തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടും? -1 ഈക്വൽ ടു 2 കോസ് തീറ്റ. തീറ്റ അല്ലേ വേണ്ടത്? 2 ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്താ കിട്ടുന്നത്? കോസ് തീറ്റ ഈക്വൽ ടു, ഇവിടെ -1 ഉണ്ട്, 2 ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ എത്ര കിട്ടും? -1/2. തീറ്റയാണ് വേണ്ടത്, കോസ് അപ്പുറത്തുണ്ട്. അപ്പൊ എന്താണ്? കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ എഴുതുക -1/2. നിങ്ങള് കാൽക്കുലേറ്റ് അടിച്ചു കൊടുക്കുക. ഷിഫ്റ്റ് കോസ് തീറ്റ ബ്രാക്കറ്റിൽ എത്ര? -1/2. നിങ്ങളുടെ ആൻസർ 120 എന്ന് കിട്ടും. ഓർത്തിരിക്കുക, 120 സ്ഥിരമായി ചോദിക്കുന്ന പ്രശ്നമാണ്. അടുത്ത് അതിന്റെ സി പാർട്ട്. ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അതിന്റെ വാല്യൂ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ? വെക്ടർ എ മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. വേറെ ഒന്നുമില്ല, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം? അങ്ങ് ബ്രാക്കറ്റ് അങ്ങ് മാറ്റുക. അപ്പൊ ആദ്യം എന്താണ്? എ വെച്ച് ആദ്യം ക്രോസ് ചെയ്യുക. ആദ്യം എ ക്രോസ് എ. അപ്പൊ ആദ്യം എന്താ പറയുന്നത്? വെക്ടർ എ. വെക്ടർ എ ഇവിടെ നടക്കുക എന്താണ്? ക്രോസ്. ആദ്യം എന്താ? വെക്ടർ എ കഴിഞ്ഞു. അടുത്ത് എ ക്രോസ് ബി പ്ലസ് ആണ്, രണ്ട് പോസിറ്റീവ് ആണ് കേട്ടാ. പ്ലസ് എന്താ? രണ്ടും പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് പ്ലസ് കൊടുത്തത്. എ ക്രോസ് ബി. അടുത്ത് എന്താ പറയുന്നത്? എ ക്രോസ് ബി. അടുത്ത് എ കഴിഞ്ഞു. അടുത്ത് മൈനസ് ബി വെച്ചാണ്. മൈനസ് ബി ക്രോസ് എ. അപ്പൊ എന്ത് കിട്ടും? മൈനസ് ബി ക്രോസ് എ. അടുത്ത മൈനസ് ബി ക്രോസ് ബി. മൈനസ് ബി ക്രോസ് ബി. ഇനി എന്താണ് എ ക്രോസ് എ എന്ന് പറഞ്ഞത്? ഒരേ വെക്ടേഴ്സ് ക്രോസ് ചെയ്താൽ നമ്മൾ പഠിച്ചോണ്ട് ഐ ക്രോസ് ഐ. ഐ ക്രോസ് ഐ എന്ന് പറഞ്ഞ വാല്യൂ 0 ആണ്. വാല്യൂ എത്രയാണ്? 0. അപ്പൊ ഒരേ വെക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്താൽ ക്രോസ് ചെയ്താൽ ആൻസർ എത്ര കിട്ടും? 0 കിട്ടും. റീസൺ എന്താണ്? ഒരേ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് ആംഗിൾ എത്രയായി? 0 ആയി. കുറച്ച് നേരത്തെ പറഞ്ഞു നമ്മള് ആംഗിൾ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സൈൻ 0 എത്രയായിട്ട് പോകും? 0 ആയിട്ട് പോകും. എ ക്രോസ് ബി എത്ര? 0. അപ്പം ഒരേ വെക്ടേഴ്സ് ക്രോസ് ചെയ്താൽ ആൻസർ 0, കാരണം ആംഗിൾ 0. മറന്നുപോലെ അവിടെ എന്ത് കിട്ടി? എ ക്രോസ് എ 0 ആയിട്ട് പോയി. അതുപോലെ ഇവിടെ ബി ക്രോസ് ബി 0 ആയിട്ട് പോയി. അപ്പൊ ഈ രണ്ട് ടൈം പോയി. ബാക്കി എന്താണുള്ളത്? ഇവിടെ എ ക്രോസ് ബി ഉണ്ട്. ഇവിടെ എന്താണുള്ളത്? മൈനസ് ബി ക്രോസ് എ ആണ്. ഞാൻ തിരിച്ചെഴുതി. എന്താ പ്രത്യേകത? നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് എന്താണ്? ബി ക്രോസ് എ എന്ന് പഠിച്ചിട്ടുണ്ട്. അതാ പഠിച്ചുള്ളത്. എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ. അതായത് എ ക്രോസ് ബി തിരിച്ചിട്ട് ക്രോസ് ചെയ്താൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. അതായത് മൈനസ് എ ക്രോസ് ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? പ്ലസ് എ ക്രോസ് ബി കൊടുക്കാം. ഇവിടെ എന്താണ്? പ്ലസ് എ ക്രോസ് ബി. ഇവിടെ പ്ലസ് ഉണ്ട് കേട്ടോ. പ്ലസ് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കാത്ത സൈൻ. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റും. അപ്പൊ എന്താണ്? മൈനസ് ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? എ ക്രോസ് ബി ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? എ ക്രോസ് ബി പ്ലസ് ആണ്, പ്ലസ് എ ക്രോസ് ബി കൊടുത്തു ഇതിന്റെ സ്ഥാനത്ത്.
അപ്പൊ എന്ത് കിട്ടി? A cross B, A cross B. രണ്ട് A cross B ആയി. അപ്പൊ എന്താണ്? 2A cross B. ഇത്രയേ ഉള്ളൂ. അടുത്ത 2012 മാർച്ചില് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. A boy throws a cricket ball with a velocity u at an angle theta with the horizontal. u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. v0 കൊടുത്താലും തെറ്റൊന്നുമില്ല. അങ്ങനെ A part എന്താ? Name the path followed by a ball. നിങ്ങൾ പഠിച്ചുള്ളതാണ്. ഒരു ഒബ്ജക്റ്റ് തീറ്റ ആംഗിൾ എടുത്ത് എറിഞ്ഞാൽ ചരിച്ചെറിയാണെങ്കിൽ അത് എന്തായിരിക്കും? പ്രൊജക്റ്റിൽ എന്നാ പറയുന്നത്. അതിന്റെ പാത്ത് എന്താണ്? പാരബോളിക് ആണ്. ഫസ്റ്റ് എന്താണ്? പാരബോളിക്, പാരബോള. ബി എന്താ? അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് വാട്ട് ആർ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമാൻഡ് ഓഫ് വെലോസിറ്റി? സ്ഥിരമായി ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് ആണ്, സ്ഥിരമായി തെറ്റിക്കുന്നത് കേട്ടോ. അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് ആകുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ Vx എന്ന് എടുക്കാം. Vx വെലോസിറ്റി along x ആക്സിസ് ആണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അത് എന്ത് തന്നെയാണ്? u cos theta തന്നെയാണ്, മാറ്റമില്ല. ത്രൂ ഔട്ട് മോഷൻ ഹൊറിസോണ്ടൽ കമ്പോണന്റ് u cos theta എവിടെ എടുത്താലും മാറ്റമില്ല. അടുത്ത വെർട്ടിക്കൽ കമ്പോണന്റ് Vy എന്ന് എടുക്കാം. വെലോസിറ്റി along എന്താണ്? y ആക്സിസ്. അത് അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് ആകുമ്പോൾ 0 ആയിരിക്കും. മറന്നുപോലെ അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് ആകുമ്പോൾ എത്രയാണ്? 0 ആണ്. അപ്പൊ ഇതാണ് ആൻസർ. അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് 0, ഹൊറിസോണ്ടൽ കമ്പോണന്റ് u cos theta. ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ. അടുത്ത അതിന്റെ സി പാർട്ട് എന്താ? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ ബോൾ. മാക്സിമം ഹൈറ്റ് ഡെറിവേഷൻ ആണ്, സ്ഥിരമായി ചോദിക്കുന്ന ഡെറിവേഷൻ ആണ്. ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി നോക്കുക. ഡി പാർട്ട് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതില് θ1 30 എന്ന് പറയുന്നു, θ2 എത്ര? അതായത് പഠിപ്പിച്ചു തന്നെ പറഞ്ഞിട്ടുള്ളായിരുന്നു. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോജക്റ്റിൽ. പക്ഷെ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് ഫിഗറിൽ കാണാൻ സാധിക്കും. എന്താ പ്രത്യേകത? ഹൊറിസോണ്ടൽ റേഞ്ച് സെയിം ആണ്. ഇതെങ്ങനെ കാണിച്ചുള്ളൂ? തീറ്റ ആണ് ചരിച്ചറിയുന്നത്. അപ്പൊ അവിടെ എന്താ വരുന്നത്? ഒന്നിങ്ങനെ, ഒന്നിങ്ങനെ, രണ്ട് റേഞ്ച് സെയിം ആണല്ലോ. ഇതില് ഈ വലിയ ആംഗിൾ θ1, വലിയ ആംഗിൾ θ2, ചെറിയ ആംഗിൾ എത്രയാണ്? θ1. ചെറിയ ആംഗിൾ θ1, ചെറിയ ആംഗിൾ എത്രയാണ്? θ1. അല്ല θ1 എത്രയെന്ന് പറയുന്നു? 30 എന്ന് പറയും. നമ്മൾ പഠിച്ചത് എന്താണ്? തീറ്റയ്ക്കും 90 മൈനസ് തീറ്റയ്ക്കുമാണ് ഒരേ റേഞ്ച് വരുന്നത്. അപ്പൊ അതിൽ ഒരു ആംഗിള് 30 ആണെങ്കിൽ മറ്റേ ആംഗിൾ എങ്ങനെ കാണാം? 90 മൈനസ് 30 എന്ന് കാണാം. അപ്പൊ ആൻസർ എത്ര? 60. ഒരിക്കലും മറന്നുപോലെ തീറ്റയ്ക്കും 90 മൈനസ് തീറ്റയ്ക്ക് മാത്രമേ സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടും. അതായത് ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ മറ്റേ ആംഗിൾ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 90 ജസ്റ്റ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യും. ഇവിടെ 30 എന്ന് പറയുന്നുണ്ട്, മറ്റേ ആൾ എത്ര? 90 മൈനസ് 30, 60. അടുത്ത് 2011 ഇംപ്രൂവലിലെ ക്വസ്റ്റ്യൻ ആണ്. A food packet is dropped from a plane flying horizontally. അപ്പോൾ ഹൊറിസോണ്ടലി പോകുന്ന ഒരു പ്ലെയിനിൽ നിന്ന് ഒരു ഫുഡ് പാക്കറ്റ് എന്ത് ചെയ്യുന്നു? താഴേക്ക് കിട്ടും. ഫസ്റ്റ് എ പാർട്ട് എന്താ? സ്കെച്ച് ദ പാത്ത് ഓഫ് ഫോളിംഗ് ഫുഡ് പാക്കറ്റ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫുഡ് പാക്കറ്റ് എന്തെങ്കിലും ഒബ്ജക്റ്റ് താഴേക്ക് ഇടുന്നു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒബ്ജക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടല്ല പോകുന്നത്. അവിടെ നമുക്ക് വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ അതേ ഡയറക്ഷനിൽ കുറച്ച് എന്ത് ചെയ്യും? ഈ ഫുഡ് പാക്കറ്റ് മൂവ് ചെയ്യും. അപ്പൊ അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? എന്നിട്ട് എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? വരച്ചില്ല. ഇത് എവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. താഴോട്ടായതുകൊണ്ട് നെഗറ്റീവ് y ആക്സിസ്, പോസിറ്റീവ് x ആക്സിസ്. പ്ലെയിൻ അങ്ങനെ പോകുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്ത്? ഡ്രോപ്പ് ചെയ്തു. അതിങ്ങനെ സംഭവിക്കുന്നത്. ഇതെങ്ങനെ പോകും? ഇങ്ങനെ പോയാൽ മതിക്കുന്നത്. ഇത് പാരബോള എന്ന് പറയല്ല, ഹാഫ് പാരബോള. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത പാരബോള, ഹാഫ് പാരബോള എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് തീറ്റ ആംഗിൾ ചരിഞ്ഞ് എന്ത് ചെയ്യുന്നു? നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ട് എവിടെ പതിച്ചു? നമ്മുടെ എർത്തിൽ വന്ന് പതിക്കും. ഇതാണ് എന്റെ ഇത് നെഗറ്റീവ് y ആക്സിസ്, ഇതെന്താണ്? x ആക്സിസ്. അതിന്റെ പാത്ത് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞ ഇതാണ് ആൻസർ. അടുത്ത അതിന്റെ ബി പാർട്ട് എന്താ? If the time taken by the packet to reach earth surface is 6 seconds, calculate the height from which packet is dropped. എന്ത് തന്നിട്ടുണ്ട്? ആ പാക്കറ്റ് എർത്തിൽ എത്താൻ വേണ്ടി 6 സെക്കൻഡ് എടുത്തോളൂ, 6 സെക്കൻഡ് എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് കാണും? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഫ്രം വിച്ച് ദ പാക്കറ്റ് ഈസ് ഡ്രോപ്ഡ്. ഈ ഹൈറ്റ് ആണ് കാണേണ്ടത്. എത്ര എർത്തിൽ നിന്ന് എത്ര ഹൈറ്റ് മുകളിൽ നിന്നാണ് ആ പാക്കറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തെന്ന് കാണും. ഹൈറ്റ് കാണും എന്ന് പറയുമ്പോൾ എന്താണ് എടുക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് കാണും. എന്ത് ഡിസ്പ്ലേസ്മെന്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് എത്രയെന്നാണ്? ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. ഇതാണ് എർത്തിന്റെ സർഫസ്. അപ്പൊ ഏത് ഡിസ്പ്ലേസ് ആണ് എടുക്കേണ്ടത്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഏത് ഡിസ്പ്ലേസ്മെന്റ് ആണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ് കാണാൻ വേണ്ടി നമുക്ക് ഒരു ഫോർമുലയേ ഉള്ളൂ. എന്താ ഫോർമുല എന്ന് പറഞ്ഞാൽ? S equal to ut plus
half at square. ഇതാണ്. ഓക്കെ, ഇതിൽ എന്തൊക്കെയുണ്ട്? ടൈം ഉണ്ട്, ആക്സലേഷൻ ഉണ്ട്. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസിലായതുകൊണ്ട് ജി ആയിരിക്കും. 10 എന്ന് തന്നിട്ടുണ്ട്, ബ്രാക്കിൽ പറഞ്ഞു 10 എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് യു എന്ന് പറഞ്ഞു? അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏത് ഡിസ്പ്ലേസ്മെന്റ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നോക്കി, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മളെ പ്ലെയിൻ എങ്ങനെയാ പോകുന്നത്? ഹൊറിസോണ്ടലിയാ പോകുന്നത്. പ്ലെയിൻ ഇങ്ങനെയാ പോകുന്നത്. പ്ലെയിൻ താഴോട്ടല്ല പോകുന്നത്, അല്ലെ തീറ്റ ആംഗിൾ ചരിഞ്ഞല്ല പോകുന്നത്. പ്ലെയിൻ താഴോട്ട് പോയാൽ ഈ y ആക്സിസ് എന്തുണ്ട്? വെലോസിറ്റി ഉണ്ട്. അല്ലെ പ്ലെയിൻ ചരിഞ്ഞാണ് പോകുന്നതെങ്കിൽ പ്ലെയിൻ ഇങ്ങനെയാണ് പോകുന്നത്, ചരിഞ്ഞാണ് പോകുന്നത് വിചാരിക്കും. അങ്ങനെയാണ് 2 ഡയമെൻഷൻ. അപ്പോഴും എന്തുണ്ട്? ഈ രണ്ടുപേർക്ക് വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റിയും കാണും, വെർട്ടിക്കലും കാണും. പക്ഷേ ഈ ട്രെയിൻ പോകുന്നത് ഹൊറിസോണ്ടലി ആണ് പോകുന്നത്. അപ്പൊ ഹൊറിസോണ്ടലി പോകുമ്പോൾ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഏത് വെലോസിറ്റി മാത്രമേ ഉള്ളൂ? എക്സ് ആക്സിൽ മാത്രമേ, ഹൊറിസോണ്ടലി മാത്രമേ വെലോസിറ്റി ഉള്ളൂ. വെർട്ടിക്കലി വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് വെലോസിറ്റി എത്ര? 0. കറക്റ്റ്. യു വൈ എത്രയാണ്? 0. മീനിങ് എന്താ? വെലോസിറ്റി അലോങ് y ആക്സിസ് 0. ഇവിടെ y ആക്സിൽ മൂവ് ചെയ്യുന്നില്ല, അത് 0. A തന്നിട്ടുണ്ട് 10 എടുക്കാൻ പറയുന്നു, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. T തന്നിട്ടുണ്ട് 6 സെക്കൻഡ്. അപ്പൊ എന്താ? S ഈക്വൽ ടു 0 ഇൻറ്റു T. 0 ആയിട്ട് പോയെ കൊടുക്കാം. 0 ഇൻറ്റു എന്താണ്? T എത്ര? 6 പ്ലസ് ഹാഫ്. എയുടെ വാല്യൂ എത്ര? 10 എന്ന് കൊടുക്കാം, വേണേ -10 എന്ന് കൊടുക്കാം. ഇവിടെ നെഗറ്റീവ് y ആക്സിസ് ആണ്, കിട്ടുന്ന ആൻസർ മൈനസ് ആയിരിക്കും. അങ്ങനെ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല. -10 നമ്മൾ പ്ലസ് എന്ന് കൊടുത്താൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. പ്ലസ് ടി സ്ക്വയർ, ആറിന്റെ സ്ക്വയർ. ഇവിടെ എത്ര? ഇത് 0 ആയി പോയി. ഇത് ഞാൻ കട്ട് ചെയ്തു, 5. 6ന്റെ സ്ക്വയർ 36. 36 ഇൻറ്റു 5 180 മീറ്റർ മാഗ്നിറ്റ്യൂഡ്. y ആക്സിൽ ആണ്ട് വേണം എന്ത് പറയാം? -180 എന്ന് പറയാം. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. 2011 ഇംപ്രൂവ്ഡ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. A physical quantity having both magnitude and direction is a vector. ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അത് വെക്ടർ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇഫ് ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഇറ്റ് ഈസ് സ്കെയിലർ. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, എന്താണത്? സ്കെയിലർ ആണ്. കാറ്റഗറീസ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻടു സ്കെയിലർ ആൻഡ് വെക്ടേഴ്സ്. 4 ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് സ്കെയിലർ, ഏതൊക്കെയാണ് വെക്ടേഴ്സ്? അപ്പൊ അതില് ഫോഴ്സ് എന്ന് പറയുന്നത്, ഫോഴ്സ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആംഗുലാർ മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ടൈം സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റി. അപ്പൊ ആരൊക്കെയാ വെക്ടർ? ഫോഴ്സും ആംഗുലാർ മൊമെന്റവും വെക്ടർ, ടൈമും വർക്കും സ്കെയിലർ. അപ്പൊ എത്രേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത വീഡിയോ ആകുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്.